ഹായ് എവരി വൺ, വെൽക്കം ടു ലേൺ ടു സ്റ്റഡി. ഞാൻ റഫീഖ സിറ്റി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബേസിക് പ്രിൻസിപ്പിൾസ് ഓർ അക്കൗണ്ടിങ് കൺവെൻഷൻസിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് അസംഷൻസിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഷുവറായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ബേസിക് പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സും ആൻഡ് അക്കൗണ്ടിങ് കൺവെൻഷൻസും. ഈ രണ്ട് ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺവെൻഷൻസും അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ ടൈപ്പ് ആയിട്ട് 3 മാർക്സിന് അല്ലെങ്കിൽ 2 മാർക്സിനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഷോർട്ട് എസ്സേ ആയിട്ട് അതിന് രണ്ടെണ്ണത്തിൻ്റെ ഡിഫറൻസ്, ഇപ്പോൾ ഗോയിങ് കൺസേൺ കൺസെപ്റ്റും അതുപോലെ തന്നെ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ്, അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചോദിക്കാം. അതേപോലെ തന്നെ എസ്സേ ടൈപ്പായിട്ട് വേരിയസ് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതിൻ്റെ മെറിറ്റ് ഡിമെറിറ്റ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആണ്. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്നുള്ളത് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ അക്കൗണ്ട്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് അസംഷനും അതുപോലെ തന്നെ ഒരുപാട് റൂൾസ് ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം, പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോളോ ചെയ്യണം. അപ്പോൾ ആ പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് കൺവെൻഷൻസ് ദാറ്റ് ഗൈഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് എൻഷുവേഴ്സ് ആക്യുറസി, റിലയബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആണ്. അത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ആക്യുറസി, അതിന്റെ കൃത്യത, അതേപോലെ തന്നെ അതിന്റെ റിലയബിലിറ്റി, അതിന്റെ വിശ്വാസ്യത, അതിന്റെ ട്രാൻസ്പെറൻസി, അപ്പൊ ഇതൊക്കെ എൻഷുർ ചെയ്യുക, അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ അക്കൗണ്ടിങ് കൺവെൻഷൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ, അല്ലെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ടു ഗൈഡ് ദി ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ്. അപ്പം നമുക്ക് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് തയ്യാറാക്കുന്ന സമയത്ത് അതിനെ ഗൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ആക്യുറസിയും അതിന്റെ റിലയബിലിറ്റിയും ഒക്കെ എൻഷുർ ചെയ്യാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then എന്താ പറയുന്നത്, ദീസ് കൺവെൻഷൻസ് എൻഷുർ ദാറ്റ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഈസ് പ്രസന്റഡ് ഫെയർലി ആൻഡ് ഹെൽപ്സ് യൂസേഴ്സ് മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്. അപ്പോൾ ഈ കൺവെൻഷൻസ് നമുക്ക് എന്താണ് ഉറപ്പ് തരുന്നത്, അതായത് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഫെയർ ആയിട്ടാണ് അത് പ്രസന്റ് ചെയ്യുന്നത്, അതായത് ട്രൂത്ത്ഫുൾ ആയിട്ടാണ് അത് പ്രസന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അത് ഇപ്പോൾ ഡിസിഷൻ മേക്കേഴ്സിന്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണോ ഡിസിഷൻ എടുക്കാനായിട്ട് ഈ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ആരൊക്കെയാണോ അത് ഉപയോഗപ്പെടുത്തുന്നത്, ഓർ അത് ആർക്കൊക്കെയാണ് ഹെൽപ്ഫുൾ ആവുന്നത്, ആ പേഴ്സൺസിനൊക്കെ അത് പ്രൊവൈഡ് ചെയ്യുക, ഒരു ഫെയർ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിട്ട് അത് പ്രസന്റ് ചെയ്യാനും അത് പ്രൊവൈഡ് ചെയ്യാനും ഇത് ഹെൽപ്ഫുൾ ആക്കുന്നുണ്ട്. അതായത് ഇത് അത് ഫെയർ ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദി ഇമ്പോർട്ടൻറ്റ് കൺവെൻഷൻസ് ആർ. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കൺവെൻഷൻസ്? ഒന്ന് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി, രണ്ട് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം, മൂന്ന് കൺവെൻഷൻ ഓഫ് മെറ്റീരിയലിറ്റി, നാല് കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. അതിൽ ഒന്നാമത്തേത് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്ഥിരത അല്ലേ. ഇപ്പം നമ്മൾ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് കൺസെപ്റ്റിൽ പറഞ്ഞു ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, അതായത് ഒരു ഫേം ഒരുപാട് വർഷക്കാലം വർക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു ഇയറിൽ നമ്മളൊരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മെത്തേഡ് തന്നെ നമ്മൾ ഈ ഫേം എത്ര കാലം വർക്ക് ചെയ്യുന്നുണ്ടോ അത്രയും കാലം ആ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം അത് ആ ഒരു കൺസിസ്റ്റൻസി, അതിൽ സ്ഥിരത നിലനിർത്തണം എന്നുള്ളതാണ്. അപ്പോഴേ നമുക്ക് കമ്പാരിസന് സാധിക്കുള്ളൂ, അതായത് ഒരു വർഷം മറ്റൊരു വർഷമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചേഞ്ച് വരുത്താം, പക്ഷേ നമ്മൾ അത് എന്ത് ചെയ്യണം, മുൻകൂട്ടി അതിനനുസരിച്ചിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിൽ, അല്ലെങ്കിൽ നമ്മൾ ജനറൽ മീറ്റിങ്ങിലൊക്കെ അത് പറഞ്ഞിട്ട് എല്ലാവരും അംഗീകരിച്ചതിന് ശേഷമൊക്കെയാണ് നമ്മൾ ഇതിൽ ഡിഫറൻസ് ഒക്കെ വരുത്തുന്നത്, ചേഞ്ചസ് വരുത്തുന്നത്. ഓക്കെ, അപ്പോൾ കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്ത് പറയാം, ദിസ് കൺവെൻഷൻ ഫോളോസ് ദാറ്റ് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് ഓർ പ്രാക്ടീസസ് ഷുഡ് റിമെയിൻ ദി സെയിം ഫ്രം 1 ഇയർ ടു അനദർ. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫേമിൽ, ആ ഫേം യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രാക്ടീസസ് എന്താണോ അത് നമ്മൾ റിമെയിൻ ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓരോ വർഷത്തിലും അത് തുടർന്നുകൊണ്ട് പോകണം, ആ സെയിം
പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രാക്ടീസ് തുടർന്നുകൊണ്ട് പോകണം. അപ്പോൾ അതിനൊരു കൺസിസ്റ്റൻസി നമ്മൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. This principle states that once an accounting method is chosen, for example, പറയുന്ന depreciation method, inventory valuation method ഒക്കെ, it should be consistently applied over time. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, അതായത് ഈ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്, ഇപ്പോൾ ഒരു അക്കൗണ്ടിങ് മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ഇയറിൽ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇയർ ബൈ ഇയർ അല്ലെങ്കിൽ 1 ഇയർ ടു അനദർ ഇയർ ആഫ്റ്റർ ഇയർ നമ്മൾ അത് എന്ത് ചെയ്യണം, റിമെയിൻ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് കൺസിസ്റ്റന്റ്ലി ആ ഒരു മെത്തേഡ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ. ഇപ്പോൾ ഡിപ്രിസിയേഷൻ മെത്തേഡ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഡിപ്രിസിയേഷൻ ഉണ്ട്. ഇപ്പോൾ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡിപ്രിസിയേഷൻ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണ് ഫോളോ ചെയ്യണമെങ്കിൽ എല്ലാ വർഷവും അത് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ഇൻവെൻട്രി വാലുവേഷൻ, ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ലിഫോ മെത്തേഡ്, ഫിഫോ മെത്തേഡ്, ABC, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഇൻവെൻട്രി വാലുവേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ലിഫോ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആ ഓർഗനൈസേഷനിൽ അതിലൊരു മാറ്റം നമ്മളൊരു മീറ്റിങ്ങിൽ കൊണ്ടുവരാത്തത്തോളം കാലം നമ്മൾ അതന്നെ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. അതാണ് കൺസിസ്റ്റൻസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കൺസിസ്റ്റൻസി അലൗസ് ഫോർ മീനിങ് കമ്പാരിസൺ ബിറ്റ്വീൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അക്രോസ് ഡിഫറെൻറ്റ് പീരിയഡ്സ്. അപ്പോൾ ഓരോ വർഷങ്ങൾ തമ്മിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കമ്പയർ ചെയ്യാനും, ഒരു മീനിങ് ആയിട്ട് അതിനെ കമ്പയർ ചെയ്യാനും അതേപോലെ തന്നെ അനലൈസ് ചെയ്യാനും ഒക്കെ ഈ ഒരു കൺവെൻഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഓരോ വർഷവും ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് സെയിം ആണെങ്കിൽ നമുക്ക് ഈ ഒരു കമ്പാരിസൺ പോസിബിൾ ആവുള്ളൂ, അല്ലെങ്കിൽ അവിടെ കമ്പാരിസണ് പോസിബിലിറ്റി ഇല്ല. കാരണം എന്താണ്, കമ്പയർ ചെയ്യാൻ കഴിയില്ല. ഇന്ന് നമ്മൾ ഈ വർഷം നമ്മളൊരു മെത്തേഡ് ഫോളോ ചെയ്യാണ്, നെക്സ്റ്റ് ഇയർ വേറൊരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ, അപ്പോൾ ഈ വർഷം നമ്മൾ വാല്യൂഷൻ ഓഫ് സ്റ്റോക്കിന് ലിഫോ മെത്തേഡ് ഫോളോ ചെയ്യണു, നെക്സ്റ്റ് ഇയർ നമ്മൾ ഫിഫോ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കമ്പാരിസൺ നടത്താൻ സാധിക്കില്ല. അപ്പോൾ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ അവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തമ്മിൽ നമുക്ക് കമ്പാരിസൺ നടത്താനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഹവർ ചേഞ്ചസ് ക്യാൻ ബി മെയ്ഡ് ഇഫ് ജസ്റ്റിഫൈഡ് ആൻഡ് പ്രോപ്പർലി ഡിസ്ക്ലോസ്ഡ്. അപ്പം നമുക്ക് ചേഞ്ചസ് വരുത്താം, എങ്ങനെ വേണം, അത് ജസ്റ്റിഫൈ ചെയ്യണം, എന്തുകൊണ്ടാണ് നമ്മൾ ആ ചേഞ്ച് അവിടെ കൊണ്ടുവരുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുത്തണം. അതേപോലെ തന്നെ നമ്മളത് പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. ഇപ്പോൾ ജനറൽ ബോഡി മീറ്റിങ്ങിലൊക്കെ ഡിസ്കഷൻ വന്ന് എല്ലാവരുടെയും സമ്മതപ്രകാരം നമുക്ക് മെത്തേഡ് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതാണ് ഒന്നാമത്തെ കൺവെൻഷൻ, ദാറ്റ് ഈസ് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി. കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ. Then second one is convention of conservatism. Convention of conservatism. Convention of conservatism എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ പ്രൊഫിറ്റ് എപ്പോഴും എസ്റ്റിമേറ്റ് ചെയ്യരുത്. അതായത് നമുക്ക് പ്രൊഫിറ്റ് എപ്പോഴും നമ്മൾ നെക്സ്റ്റ് ഇയർ നമുക്ക് ഇത്ര രൂപ പ്രൊഫിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അടുത്ത വർഷം ഇത്ര രൂപ പ്രൊഫിറ്റ് ഉണ്ടാവും, അതിൻ്റെ അടുത്ത വർഷം ഇത്ര ഉണ്ടാവും, അങ്ങനെ പ്രൊഫിറ്റ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യരുത്. ബിസിനസ് ആകുമ്പോൾ അവിടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനാണ്, ഒന്ന് റിസ്ക്, ദാറ്റ് ഈസ് പോസിബിലിറ്റി ഓഫ് ലോസ്. നമുക്ക് ലോസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. അപ്പൊ റിസ്ക് അല്ലെങ്കിൽ ലോസസ്, ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് റിസ്ക് ഉണ്ടാവരുത് അല്ലെങ്കിൽ ലോസ് ഉണ്ടാവരുത്. അപ്പൊ റിസ്ക് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പ്രോഫിറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവും. അപ്പൊ ഇനി ഇൻ കേസ് എന്തെങ്കിലും ലോസ് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ലോസോ റിസ്കോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവിഷൻസ് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നോക്കാം. കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, ഈ പ്രിൻസിപ്പിൾ പ്രകാരം എന്താണ് പറയുന്നത്, ദി അക്കൗണ്ടന്റ് ഷുഡ് നോട്ട് ആന്റിസിപ്പേറ്റ് ഇൻകം ബട്ട് ഷുഡ് മേക്ക് പ്രൊവിഷൻ ഫോർ ഓൾ പോസിബിൾ ലോസസ്. അപ്പൊ ഈ ഒരു കൺവെൻഷൻ പ്രകാരം അക്കൗണ്ടന്റ് ഇൻകം ആന്റിസിപ്പേറ്റ് ചെയ്യരുത്. അതായത് നമുക്ക് ഇൻകം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇത്ര ഇൻകം എന്നുള്ളത് നമ്മൾ എപ്പോഴും അതന്നെ ആന്റിസിപ്പേറ്റ് ചെയ്യാണ്, അതന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ഇത്ര ഇൻകം വേണം, അതിന് മാത്രം ഫോക്കസ് ചെയ്യരുത്. പക്ഷെ എന്ത് ഫോക്കസ് ചെയ്യണം, ബട്ട് ഷുഡ് മേക്ക് പ്രൊവിഷൻ ഫോർ ഓൾ പോസിബിൾ ലോസസ്. നമുക്ക് എന്തെല്ലാം പോസിബിൾ ആയിട്ട് ലോസസ്, എന്തെല്ലാം ലോസസ് വരാനുള്ള സാധ്യതകൾ ഉണ്ടോ ആ സാധ്യതകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ലോസ് വരുമ്പോൾ അത് തരണം ചെയ്യാൻ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു ഫണ്ട് നമ്മളെ കയ്യിലുണ്ടാവും. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം ബാഡ് ഡെപ്റ്റ് അല്ലേ. ഇപ്പോൾ ഡെപ്റ്റേഴ്സിന് നമ്മൾ അലോ ചെയ്യുന്നുണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് ഒക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് ഡെപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന്, കമ്പനീൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആ പർച്ചേസ് ചെയ്യുന്ന ആൾ, അതായത് നമ്മളെ കസ്റ്റമർ നമുക്ക് ക്യാഷ് ഇന്ന് തരുന്നില്ല നാളെ തരാമെന്ന് പറഞ്ഞാൽ അവർ നമുക്ക് ക്യാഷ് തരാനുള്ള ആൾക്കാരാണ്, ഡെപ്റ്റേഴ്സ് ആണ്.
പക്ഷേ ചില ഡെപ്റ്റേഴ്സ് നമുക്ക് ഫുൾ എമൗണ്ട്, അതായത് പൂർണ്ണമായിട്ടും അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിക്കൊള്ളണമെന്നില്ല, ഫണ്ട് കിട്ടിക്കൊള്ളണമെന്നില്ല, ഫുൾ എമൗണ്ട് അവർ തന്നോളണമെന്നില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10,000 നമുക്ക് ലഭിക്കാനുണ്ട്, പക്ഷെ അയാൾ ഒരു 9,500 തന്നുള്ളൂ, ബാക്കി 500 തന്നില്ല. അപ്പോൾ ഈ 500 എന്തിലേക്ക് പോകും? ബാഡ് ഡെപ്റ്റ് ആയിട്ട് പോകും. അല്ലെങ്കിൽ ഒരു 1000 രൂപക്ക് പർച്ചേസ് ചെയ്ത ആളാണ്, ഒരു 1000 രൂപേൻ്റെ ഡെപ്റ്ററാണ്, അയാൾ 1000 രൂപ നമുക്ക് തന്നില്ല, അപ്പോൾ അത് 1000 രൂപ ബാഡ് ഡെപ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണണം. അപ്പോൾ ഇതിന് നമ്മളൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. അപ്പോൾ ഈ 1000 രൂപ അവിടെ തന്നിട്ടില്ലെങ്കിലും നമുക്ക് 1000 രൂപ ഈ പ്രൊവിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, കമ്പനിക്ക് അതൊരു ലോസ് ആയിട്ട് അവിടെ കിടക്കൂല. അപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ ഇൻകം ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും റിസ്ക്കും അൺസർട്ടനിറ്റിയും അതേപോലെ തന്നെ ലോസും നമ്മൾ എന്ത് ചെയ്യണം, ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ദസ് എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ഓൺ ട്രാൻസാക്ഷൻ ഈസ് നോട്ട് അക്കൗണ്ടഡ് ഫോർ ബട്ട് ഓൾ പോസിബിൾ ലോസസ് ആർ പ്രൊവൈഡഡ് ഫോർ. അപ്പോൾ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് നമ്മൾ അക്കൗണ്ട് ചെയ്തിട്ടില്ലെങ്കിലും, അതായത് എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് നമ്മൾ അത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും എന്ത് ട്രീറ്റ് ചെയ്യണം, എക്സ്പെക്റ്റഡ് ലോസസ് നമ്മൾ ട്രീറ്റ് ചെയ്യണം. Then next, conservatism is the defensive accounting mechanism against uncertainty and risk. അപ്പോൾ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ റിസ്ക് അതിന് നമ്മൾ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ അതിനെ നമുക്കൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ പറയുന്നത്, ദിസ് പ്രിൻസിപ്പിൾ അഡ്വൈസസ് അക്കൗണ്ടൻസ് to recognize expenses and liabilities as soon as possible but only record revenues when they are realized. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ അക്കൗണ്ടൻസിനെ നമുക്കിപ്പോൾ പോസിബിൾ എന്താണ് എക്സ്പെൻസസ് ഒക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ ലയബിലിറ്റീസ് ഒക്കെ ഉണ്ടാവും, അത് റെക്കഗ്നൈസ് ചെയ്യാനും അതേപോലെ തന്നെ റവന്യൂസ് അത് മനസ്സിലാക്കിയിട്ട് അതൊക്കെ റിയലൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് അവോയ്ഡ് ഓവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പ്രോഫിറ്റ് കൂടുതൽ കാണിക്കുന്നത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ ഇങ്ങനെ കൂടുതലായിട്ട് കാണിക്കുന്നതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഈ ഒരു പ്രിൻസിപ്പിൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇൻവെൻട്രി ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. അപ്പോൾ ഇൻവെൻട്രി നമ്മൾ വാല്യൂ ചെയ്യാണ്, ഏതാണോ കുറഞ്ഞ പ്രൈസ് അതിലാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. കോസ്റ്റ് ആണോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ആണോ കുറവ്, അതിൽ നമ്മൾ വാല്യൂ ചെയ്യും. അവിടെ നമ്മൾ പോസിബിൾ ലോസ് ആണ് നോക്കുന്നത്, അതുകൊണ്ടാണ് കുറഞ്ഞ പ്രൈസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൺവെൻഷൻ ആണ് കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. ഓക്കെ, കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. എന്താ കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി? അക്കോർഡിംഗ് ടു ദിസ് കൺവെൻഷൻ ഓൺലി ദി മെറ്റീരിയൽ ഓർ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് അബൌട്ട് ദി ബിസിനസ് ആർ ടു ബി ഡിസ്ക്ലോസ്ഡ് ത്രൂ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഒരു ബിസിനസ്സിന് ഡിസിഷൻ എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ, ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് എന്താണോ, അത് മാത്രമാണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണത്. അല്ലെങ്കിൽ അത് മാത്രം എല്ലാതും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓർഗനൈസേഷന് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടീസിന് ഡിസിഷൻ എടുക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസ്ക്ലോസ് ചെയ്യണുള്ളൂ. എല്ലാം ഡിസ്ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിളും അല്ല. ഓക്കെ, all other unimportant or less important information should either be totally ignored or recorded as a footnotes or merged with important items. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുള്ളൂ. അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഇൻഫോർമേഷനൊക്കെ നമ്മൾ ഒന്നുകിൽ ടോട്ടലി അത് ഇഗ്നോർ ചെയ്യും, ഫുൾ ഒന്നും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മളൊരു ഫുട് നോട്ടായിട്ട് എന്തിൻ്റെയും എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ നമുക്കൊരു ഹിൻറ്റോ കാര്യങ്ങളോ ആയിട്ട് കാണിക്കും, അല്ലെങ്കിൽ അത് മറ്റ് ഇമ്പോർട്ടൻ്റ് ഐറ്റംസിൻ്റെ കൂടെ മെർജ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇഫ് ദിസ് ഈസ് നോട്ട് ഡൺ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിൽ ബി അൺനെസസറിലി ഓവർബേൺഡ്. ഇപ്പം നമ്മളിങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്ക്ലോസ് ചെയ്യുക, അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവോയ്ഡ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് അൺനെസസറി ആയിട്ട് അതിനൊരു ഓവർ ബേൺഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് അൺനെസസറി ആയിട്ട് അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കുറയും, പിന്നെ നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടും ആകും. ഓക്കെ, then next, this principle state that only significant financial transaction that influence decision making should be recorded and disclosed. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്യുക, അത് മാത്രം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുക.
നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഉണ്ടോ അത് മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുകയും ഡിസ്ക്ലോസ് ചെയ്യുകയും ചെയ്യണത്. ഓക്കെ, ദെൻ ഇൻസിഗ്നിഫിക്കൻറ്റ് ട്രാൻസാക്ഷൻ ക്യാൻ ബി ഇഗ്നോർഡ് ഓർ കമ്പൈൻഡ് ഫോർ സിംപ്ലിസിറ്റി. അത് ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്, അതായത് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും, അത് ഇഗ്നോർ ചെയ്യും, അല്ലെങ്കിൽ ഫുട് നോട്ടായിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ കാണിക്കും. എക്സാമ്പിൾ പറഞ്ഞു, എ സ്മോൾ ഓഫീസ് സപ്ലൈ എക്സ്പെൻസ് മേ ബി റെക്കോർഡഡ് ആസ് എൻ എക്സ്പെൻസ് ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ക്യാപിറ്റലൈസ്ഡ്. ഓക്കെ, ദ നെക്സ്റ്റ് നാലാമത്തെ കൺവെൻഷൻ ആണ് കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. ലാസ്റ്റ് കൺവെൻഷൻ ആണ് കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. എന്താ കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ? കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ റിക്വയർസ് ദാറ്റ് accounts and statements should disclose all the information needed for users in a meaningful and clear manner. ഇപ്പം നമ്മൾ യൂസേഴ്സിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷനൊക്കെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യും. ആ ഡിസ്ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് യൂസേഴ്സിന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ മീനിങ് ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ അവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. This principle requires that all material information affecting financial statements should be fully disclosed. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? എല്ലാ മെറ്റീരിയലും, അതായത് എല്ലാ മെറ്റീരിയൽ ഇൻഫോർമേഷനും, അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽ ഇൻഫോർമേഷനും ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. ഡിസ്ക്ലോഷർ ക്യാൻ ബി മെയ്ഡ് ഇൻ ഫുട് നോട്ട്സ്, സപ്ലിമെൻ്ററി ഷെഡ്യൂൾസ് ഓർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നരേറ്റീവ്. അപ്പോൾ ഡിസ്ക്ലോഷർ നമ്മൾ എങ്ങനെയാണ് കാണിക്കേണ്ടത്? ഒന്നെങ്കിൽ ഫുട് നോട്ടായിട്ട്, അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ഷെഡ്യൂളായിട്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു നരേഷൻ ആയിട്ടാണ് കാണിക്കേണ്ടത്. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. അപ്പോൾ മെയിനായിട്ട് വരുന്ന 4 കൺവെൻഷനാണ്. ഒന്ന് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി, 2 കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം, 3 കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി ആൻഡ് കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയല്ലോ?